മതനിന്ദ നടത്തി മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ മുസ്ലിം വനിതാ ഉദ്യോഗസ്ഥ ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഡയറക്ടറേറ്റിലെ ഷംജു ബി.കെ പരസ്യമായി അവഹേളിച്ചത്. വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു അവഹേളനം. അതേസമയം ഡയറക്ടറേറ്റിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ്, ഓഫീസ് ഗ്രൂപ്പിൽ ഇതര മതാഘോഷങ്ങളിൽ ആശംസകളിടുന്നതിനും വിലക്ക്. വകുപ്പിലെ ഇടത് സംഘടനയുടെ മറവിൽ ജിഹാദി അജണ്ട നടപ്പിലാക്കുന്നുവെന്നാണ് ആരോപണം. ജനം ബിഗ് ബ്രേക്ക് വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മതനിന്ദ പരസ്യമായി ഇതര മത ദൈവങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജിഹാദി പ്രവർത്തനം നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ വലിയ രീതിയിലുള്ള മതനിന്ദ നടത്തുന്ന തരത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വായനാ ദിനത്തിൽ നടത്തിയ പരിപാടിയിൽ ജൂലൈ 4-നാണ് വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു വായനാ ദിന പരിപാടി സംഘടിപ്പിച്ചത്. ഈ വായനാ ദിന പരിപാടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെയും ഒപ്പം തന്നെ കൃഷ്ണനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു പല ഘട്ടങ്ങളിലായി ഉണ്ടായത്. അത് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് NGO സംഘ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. മതനിന്ദ നടത്തിയത് ഇത്തരത്തിലാണ് അവർ പരാതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരു വിഭാഗം ജീവനക്കാർ നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ പറയുന്നത് NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീമതി ഷംജു ബി.കെ തൻ്റെ പ്രസംഗത്തിൽ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായ കൃഷ്ണ ഭഗവാനെ അവഹേളിച്ചു സംസാരിക്കുകയുണ്ടായി. അതായത് പാളയം ജംഗ്ഷനിൽ പണ്ട് കൃഷ്ണനും യേശുക്രിസ്തുവും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചുവെന്നും അത് കാരണം തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ, അത് സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ്, ഗോലികളിൽ തോൽക്കുന്ന ആളിൻ്റെ കൈമുട്ടിൽ ജയിച്ചയാൾ ഗോലി കൊണ്ട് അടിക്കുന്ന ശിക്ഷാരീതിയാണ്. അങ്ങനെ ആ കളിയിൽ നബി ജയിച്ചപ്പോൾ ആ ശിക്ഷാരീതിയുടെ ഭാഗമായി കൃഷ്ണനോട് മുട്ടുവയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു എന്നായിരുന്നു ആദ്യ പരാമർശം. അതിനുശേഷം ഈ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ഓടിക്കയറിയ യേശുക്രിസ്തു മുണ്ടുപൊക്കല്ലേ എന്ന് കൈ രണ്ടും വിരിച്ച് ആവശ്യപ്പെട്ട് നിൽക്കുന്ന നിൽപ്പാണ് പാളയം പള്ളിക്ക് മുകളിൽ കാണുന്ന ക്രിസ്തു രൂപം എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം, പ്രത്യേകിച്ച് അധിക്ഷേപം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതിനുള്ള ഉപരി മതനിന്ദ എന്ന വാക്കിനുപരി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് അതൊരു മതത്തെ പൂർണ്ണമായും അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മതവിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഷംജു ഉൾപ്പെടുന്ന ഈ വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്ന, അതായത് വിനീഷ്, ഈ പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇത്തരത്തിൽ ഈ വ്യക്തി മാത്രമല്ല, കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള മനോഭാവത്തോടെ തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. കൃത്യമായ വർഗീയത പുലർത്തുന്നവർ ഒരുപാടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു അജണ്ട മുൻനിർത്തിയുള്ള ഒരു ഇടപെടൽ, അതിന് ചില മത തീവ്രവാദ ശക്തികളുടെ പിന്തുണയുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് സ്വാഭാവികമായും ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധാർഷ്ട്യം കലർന്ന സമീപനം, മതനിന്ദ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സമീപനം, മറ്റുള്ളവർ ഭയന്ന് ഒന്ന് മിണ്ടാൻ പോലും മറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്രത്തോളം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ഇത്തരം ശക്തികൾ എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു പരസ്യമായ ഒരു വേദിയിൽ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ പരസ്യമായ ഒരു മതനിന്ദ, ഒരു ജിഹാദി പരസ്യമായി ഏത് തരത്തിലാണോ മറ്റൊരു മതത്തെ അവഹേളിക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശമുണ്ടായത്. കാരണം കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു, അത് തടയാനായി യേശുക്രിസ്തു കൈകൂപ്പി നിൽക്കുന്നു, ആ രണ്ട് കൈയും വിരിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം.
കൈ വിരിച്ചു നിൽക്കുന്ന ആ ഒരു പ്രതിമയാണ് പാളയം പള്ളി എന്നൊക്കെ പറയുന്നത് രണ്ട് മതവിഭാഗങ്ങളെ കൃത്യമായി അധിക്ഷേപിക്കുക, അവരെ അവഹേളിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ആ ഉദ്യോഗസ്ഥയ്ക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. സമാനമായ രീതിയിൽ ആ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ വലിയ രീതിയിൽ ആ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഈ വായനാ ദിന പരിപാടി നടക്കുന്നത്. ആ വായനാ ദിന പരിപാടിയിൽ ഇത്തരത്തിലുള്ള പരാമർശം വന്നിട്ടും ഡയറക്ടർ പോലും ഈ ഉദ്യോഗസ്ഥയെ താക്കീത് ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റു ഇതര മതവിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതവിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും പെട്ട മറ്റുള്ള ജീവനക്കാർ ഈ ഡയറക്ടർക്ക് മുന്നിൽ ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും ഇവരുടെ ഒരു പിന്തുണ കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യം കാരണം, ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഐക്യം കാരണം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഡയറക്ടർക്ക് സാധിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതേ തരത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു പച്ച വെളിച്ചം പോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നതാണ്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ മാത്രം അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ടുകൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. അതിൽ കൃത്യമായി തന്നെ അറിയാം, പരിശോധനകൾ നടന്നാൽ, അവിടെയുള്ള ജീവനക്കാർ തന്നെ പറയുന്നു, കൃത്യമായ പരിശോധനകൾ നടന്നാൽ ആ പരിശോധനകളിൽ കൃത്യമായി തെളിവുകൾ പുറത്തു ലഭിക്കും. കാരണം ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒക്കെ പ്രചരിക്കുന്നത് മതനിന്ദയാണ്, മറ്റു ഇതര മതസ്ഥരെ തകർക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ മതേതരത്വം വീമ്പ് പറയുന്ന ഈ ഇടതു സർക്കാരിന്റെ അധികാര പരിധിയിൽ തന്നെയാണ്, അതേ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മതനിന്ദ ഉണ്ടാകുന്നത്, കൃത്യമായ രീതിയിലുള്ള ഒരു വർഗീയത ഉണ്ടാകുന്നത്. ഇവിടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ മൗനം പാലിക്കുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. വിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പരാതി നൽകി, പക്ഷേ പരാതിയിലും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ദിനമല്ലേ? തീർച്ചയായിട്ടും ഈ പരാതി ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് NGO സംഘമാണ്. NGO സംഘം പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.